ഹായ് ഓൾ, ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് നിങ്ങളോടൊന്ന് അനൗൺസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് മറ്റൊന്നുമല്ല, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇങ്ങനെ പല പോസ്റ്റിലേക്കുള്ള ഒരു എക്സാമാണ്. അത് കൂടുതലും പോളി ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരുന്നു നമുക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പം വളരെ കുറച്ച് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമുക്കത് എത്ര പേരാണെന്നൊക്കെ ഉള്ളത് നോക്കാം. പക്ഷേ എന്തായാലും നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ഡേറ്റ്, നിങ്ങളിതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. 22/9/2024 മുതൽ 11/10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങളിതിന് എലിജിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതിന് കൺഫർമേഷൻ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് പേരെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. കോമ്പറ്റീഷൻ ലെവൽ കുറവായിരിക്കും. അപ്പോൾ എക്സാം ഡേറ്റ് വരുന്നത് ഈ ഡിസംബറിലാണ്. ഡിസംബറിലേക്കുള്ള കലണ്ടറാണ്, എക്സാം കലണ്ടറാണ് ഇപ്പോൾ വന്നത്. ഡിസംബറിലാണ് എക്സാം വരുന്നത്. 31/12 എക്സാം, അതായത് ഡിസംബറിലെ ഏറ്റവും ലാസ്റ്റിലത്തേക്കിനാണ് നമുക്ക് ഈ എക്സാം വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2023 15/9/2023 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവല്ലോ നിങ്ങൾ മറന്നുപോയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കെയിൽ ഓഫ് പേ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കെയിൽ ഓഫ് പേ 41,000 മുതൽ 87,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള പോളി അതുപോലെ ടെക്നിക്കൽ സ്കൂളുകളിലേക്കുള്ള പോസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പം സാലറി സ്കെയിലും വളരെ നല്ലൊരു സാലറി സ്കെയിലാണ്. ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അതായത് ഈ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ല അതിൻ്റെ ഹയറൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇവിടെ വന്നിരിക്കുന്നത് 2109 ആപ്ലിക്കൻസേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു ഇത്. അതായത് അധികം പേര് അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനുള്ള ചാൻസ് ഇവിടെ വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ സിലബസ് നമുക്കിപ്പോൾ PSC നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സിലബസ് തരുന്നുണ്ട്. അതായത് ഓരോ മോഡ്യൂളിനും എത്ര വെയിറ്റേജ് ആണെന്നൊക്കെയുള്ള സിലബസ് തരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ എക്സാം വന്നിരുന്നത് 2011 അതുകൊണ്ട് തന്നെ അതിൻ്റെ സിലബസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഒന്നും നിങ്ങൾക്ക് അത്ര ഈസിലി ആയിട്ട് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം എന്തായാലും ഫ്രഷ് സിലബസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ കോറായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ്, അവിടെ കോറായിട്ട് ഉള്ള സബ്ജക്ട്സ് തന്നെയാണ് ഇവിടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ ഈ സിലബസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കോർ സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഈ പർട്ടിക്കുലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PSC ആയിട്ട് നോക്കിയാൽ കിട്ടത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സബ്ജക്റ്റുകളെല്ലാം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ BTech ലെവൽ എക്സാംസിനൊക്കെ ഈ ഓരോ മോഡ്യൂളുകളിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തപ്പുമ്പം ഒരു ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ BTech ലെവൽ, ഡിപ്ലോമ അല്ലെങ്കിൽ BTech ലെവൽ കുറേ ക്വസ്റ്റ്യൻസ് എങ്കിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പം ഈ ഡിപ്ലോമ ലെവൽ BTech ലെവൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എക്സാംസ് നടന്നെല്ലാം നിങ്ങളൊന്ന് എടുക്കണം. നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ പർട്ടിക്കുലർ ടോപ്പിക്കിന് എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, ഏത് ലെവലിലാണ് ചോദിച്ചേക്കുന്നത് എന്നൊക്കെ നോക്കുക. അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മോഡ്യൂൾ 1 പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഏത് എക്സാമൊക്കെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ബേസിക് ആയിട്ടുള്ള കുറേ മാനുഫാക്ചറിങ് പ്രോസസ്സുകളും ബിൽഡിങ്, ഫൗണ്ടറി, സ്മിത്തി, ഫിറ്റിങ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. അതുപോലെ പൗഡർ മെറ്റലർജി, പിന്നെ മെഷീൻ ടൂൾസിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, പല ടൈപ്പ് മെഷീൻ ടൂൾസ്, ലേത്ത്, ഷേപ്പർ, പ്ലാനർ, മില്ലിങ്, ഡ്രില്ലിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെഷീൻ ടൂൾസും, അതുപോലെ നമുക്കവിടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്, കട്ടിംഗ് ടൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അതിൻ്റെ അവിടുത്തെ കുറേ പാരാമീറ്റേഴ്സും, കട്ടിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന കുറേ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടൂൾ നോമൻക്ലേച്ചർ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അതിൻ്റെ നോമൻക്ലേച്ചറും ഒക്കെയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾ എടുത്ത്, അതായത് ഒരു MCQൻ്റെ ഒരു ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കിയാൽ, കുർമി പോലുള്ള ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മോഡ്യൂൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
നിങ്ങളുടെ പ്രീവിയസ്, അതായത് ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തപ്പി നടന്നിട്ട് കാര്യമില്ല. ഇത് തപ്പേണ്ടത് ഇങ്ങനെയുള്ള ടൈപ്പ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഇതും നമ്മളുടെ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൽ കോറായിട്ട് വരുന്ന സബ്ജക്റ്റ് ആണല്ലേ. അപ്പോൾ അതിൽ പ്യൂർലി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വരുന്നതായിട്ട് ഈ ടോപ്പിക്ക് വേണ്ടത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, അതിൻ്റെ മെത്തേഡ്, അതിൻ്റെ സിമ്പിള്, പിന്നെ എന്താണ് വേരിയസ് കോണിക് സെക്ഷൻസ്, എലിപ്സ്, ഹൈപ്പർബോള, പാരാബോള അങ്ങനെ പറയുന്നതിൻ്റെ കോണിക് സെക്ഷനും അതിൻ്റെ എക്സെൻട്രിസിറ്റിയും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പാരാബോളയുടെ എക്സെൻട്രിസിറ്റി എന്താണ്, അല്ലെങ്കിൽ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്താണ്, ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ, അങ്ങനെ പറയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്, ഒരു സർഫസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പ് എന്താണ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സെക്ഷൻസ് ഓഫ് സോളിഡ്സ്, ഐസോമെട്രിക് ആൻഡ് ഒബ്ലിക് പ്രൊജക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം MCQs ചോദിക്കത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കുകയും വേണ്ട. ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു ഓവർസിയർ ലെവൽ എക്സാംസുകൾക്ക്, ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 സിവിൽ അല്ലെങ്കിൽ മെക്ക്, ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നടത്തിയ എക്സാംസുകൾ, മെയിനായിട്ട് ITA ലെവൽ എക്സാമുകൾ എന്നാണ് നമുക്കിത് പറയുന്നത്. അപ്പം മെക്കിൻ്റെ സിവിലിൻ്റെ ITA ലെവലുള്ള എക്സാംസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ടൂൾ ആൻഡ് അതുപോലെ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് സ്ക്രൂ ത്രെഡ് നോമൻക്ലേച്ചർ, സ്ക്രൂ ത്രെഡും അതിൻ്റെ നോമൻക്ലേച്ചറും അതിൻ്റെ ഫോം ഓഫ് ത്രെഡും ഒക്കെയാണ്. ടൈപ്പ് ഓഫ് ബോൾട്ടും നട്ടും റിവറ്റഡ് ജോയിൻറ്റും ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എല്ലാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കുക. ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 സിവിൽ നോക്കിയിട്ട് കാര്യമില്ല. മെക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ മെക്കാനിക്കൽ എക്സാംസിൽ നോക്കിയാൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂളും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങളിതിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. അടുത്ത മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെറ്റീരിയൽ സയൻസ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സിമ്പിൾ സ്ട്രെസ്, ഹൂക്സ് ലോയ്, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതുപോലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഇത് പോയ്സൺസ് റേഷ്യോ ഒക്കെ. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ബേസിക് കുറേ കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതുപോലെ മെറ്റീരിയൽ സയൻസും വരുന്നുണ്ട്. മെറ്റീരിയൽ സയൻസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, FCC BCC എന്ന് പറയുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറും ഒക്കെ, മെറ്റൽസ് ആൻഡ് അലോയ്സിൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസും അതിൻ്റെ അലോയ്സും അതിൻ്റെ കോമ്പോസിഷനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പം ഈ പറയുന്ന ടോപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞതിന് റിപ്പീറ്റ് ചെയ്യുകയാണ്. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന എല്ലാ എക്സാമുകൾക്കും, ചില സിവിൽ ഡിപ്ലോമ ലെവൽ എക്സാം അല്ലെ BTech ലെവൽ എക്സാമുകൾക്കും ഒക്കെ ഇതിൽ മെറ്റീരിയൽ സയൻസും ഒക്കെ കയറി വരുന്നതാണ്. അപ്പം ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഡെഫിനേഷൻ ഓഫ് ഫ്ലൂയിഡ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, പാസ്കൽസ് ലോയും, മെഷർമെൻറ്റ് ഓഫ് പ്രഷർ മെഷർമെൻറ്റ്, അതിൻ്റെ കുറേ യൂണിറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ പ്രഷർ എന്താണ്, സെൻറ്റർ ഓഫ് പ്രഷർ എന്താണ്. അപ്പം ഞാനതെല്ലാം കൂടെ വായിക്കുന്നില്ല, നിങ്ങൾ ആലോചിക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. മെക്കാനിക്കൽ സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് PSC നടത്തിയ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മോഡ്യൂൾ 5 വരുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൻ്റെ കോർ സബ്ജക്റ്റ് തന്നെയാണ്. അത് ബാക്കിയുള്ള ബ്രാഞ്ചുകാർ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആ ടോപ്പിക്ക് ഒന്ന് നോക്കാം. അതിൽ നിങ്ങൾക്ക് പഠിക്കുന്നത് പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിങ് സിസ്റ്റംസും മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെയാണ്. അതിൽ ടെർമിനോളജി, നമ്മുടെ മോൾഡിൽ യൂസ് ചെയ്യുന്ന പല ടെർമിനോളജീസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ ചെറിയ ടെർമിനോളജീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിന് ക്ലാസിഫിക്കേഷൻ ഓഫ് മോൾഡ്, അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ആ ഡിപ്ലോമയ്ക്ക് പഠിച്ച ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. അതിനെ ഒരു MCQ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആക്കാനൂടെ ശ്രമിക്കുക. നിങ്ങളൊരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ MCQs എങ്ങനെ ചോദിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ നിങ്ങളൊന്ന് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതാണ് മോഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ അത് കോർ സബ്ജക്റ്റ് തന്നെയാണ്. അടുത്ത മോഡ്യൂൾ 6 എന്ന് പറയുമ്പോൾ പ്രസ് ടൂൾ ടെക്നോളജി കോറായിട്ടുള്ള സാധനം തന്നെയാണ്. പ്രസ് മെഷീൻ പാർട്സ്, അതിൻ്റെ മെഷീൻ പാർട്സും കാര്യങ്ങളും, അതിൻ്റെ ക്ലാസിഫിക്കേഷന്, പ്രസ് ടൂൾ പാർട്സ്, ടെർമിനോളജി ആൻഡ് ഓപ്പറേഷൻസ്, ബ്ലാങ്കിങ്, പിയേഴ്സിങ്, ഷിയറിങ്, ഇങ്ങനെയുള്ള ബ്ലാങ്കിങ് ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന പോലെ നമുക്ക് ചില ട്രേഡ് റിലേറ്റഡ് എക്സാംസ് നടക്കും. അല്ലെ ITA ലെവലിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ, അല്ലെ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ പോലുള്ള എക്സാമുകളൊക്കെ നടക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്താൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൂൾ ആൻഡ് ഡൈ നമുക്ക് റീസെൻ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സിലബസ് ഒന്ന് എടുത്ത് നോക്കുക. ആ സിലബസിൽ ഈ പർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് മോഡ്യൂൾ 6 പക്ക കോർ സബ്ജക്റ്റ് തന്നെയാണ്. അടുത്തത്
മോഡ്യൂൾ 8 എഞ്ചിനീയറിംഗ് മെട്രോളജി. ഇത് വരുമ്പോഴത്തേക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അത്യാവശ്യം ബാക്കിയുള്ള ബ്രാഞ്ചുകാരും ബാക്കിയുള്ള സ്ട്രീമിലൊക്കെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് ഇത് എഞ്ചിനീയറിംഗ് മെട്രോളജി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ്, അതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ്, ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് വെർനിയർ കാലിപ്പർ, വെർനിയർ ഹൈറ്റ് ഗേജ്, മൈക്രോമീറ്റർ, വെർനിയർ മൈക്രോമീറ്റർ, വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്തുവാ, ഓരോന്നിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, സൈൻ ബാർ, ക്ലിനോമീറ്റർ, സ്പിരിറ്റ് ലെവൽ, ഇതെല്ലാം നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് വളരെ കോമൺ ആയിട്ട് നമുക്ക് മിക്കവാറും എല്ലാ എക്സാംസിനും ചോദിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അടുത്ത ജിഗ്സ് ആൻഡ് ഫിക്ചേഴ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കാണും ഇതിൻ്റെ അകത്ത്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഈ ടൈപ്സ് ഓഫ് ജിഗ്സ്, ടൈപ്സ് ഓഫ് ഫിക്ചേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർസിയർ ലെവൽ, ഓവർസിയർ ഗ്രേഡ് 2, ഗ്രേഡ് 3 മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കിയാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നതാണ്. ജിഗ്സ് ആൻഡ് ഫിക്ചേഴ്സിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കുറേ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അടുത്ത മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 10 മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമുക്കറിയാം CNC അല്ലെങ്കിൽ EDM, വയർ കട്ട് EDM അങ്ങനെ പറയുന്ന കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് മറ്റുള്ള ബ്രാഞ്ചുകാരും മറ്റുള്ള സ്ട്രീംകാരും നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ടർണറും മെഷീനിസ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു സിലബസിൽ ഈ ഒരു കണ്ടന്റ് കയറി വരുന്നുണ്ട്. അതല്ലെങ്കിൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പല എക്സാമുകൾക്കും ഞാൻ പറഞ്ഞ ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്കൊക്കെ ഈ ഒരു കണ്ടന്റ് അവിടെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതും വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് MCQs ഒക്കെ കിട്ടും. അപ്പോൾ ഇതിന് MCQs ഒക്കെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാമുകളെല്ലാം നിമി ടെക്സ്റ്റിൻ്റെ ബേസിലാണ് വരുന്നത്. അപ്പോൾ നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ കിട്ടും. നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ നിങ്ങൾ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ PDF എടുക്കുക. അതിൻ്റെ നിമിയുടെ ടെക്സ്റ്റിൻ്റെ PDF കിട്ടും. എന്നിട്ട് ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് അതിലുണ്ടോ എന്ന് നോക്കുക. ടർണർ അതുപോലെ മെഷീനിസ്റ്റ്, ഈ ട്രേഡുകളുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡ് തിയറിയുടെ ബുക്കോ ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് അവിടെ ഉണ്ടോ നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. വളരെ വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കാവുന്ന ടോപ്പിക്കൊക്കെ തന്നെയുള്ളത്. ഇവിടെ പ്രോഗ്രാമിംഗ് ഇൻ CNC മെഷീൻ എന്ന് പറയുമ്പോൾ കുറേ കോഡുകളും കാര്യങ്ങളും, അത് ആ ഓരോ കോഡും എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഓക്കെ, സിം, കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം, ഇതൊന്നും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, വൺ വേർഡ് ആയിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഒരു സിലബസ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചൊന്ന് പ്രിപ്പയർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.